മിനിസ്റ്റർ, പാലക്കാട് വലിയൊരു വിഷയമായിരിക്കും അല്ലെങ്കിൽ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ ഈ ട്രോളി ബാഗും കുഴൽപ്പണവും ഒക്കെ ബന്ധപ്പെട്ട്. എന്താണ് ആ വിഷയത്തിൽ? ഇത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രതികരണങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഗോവിന്ദ മാഷ് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. അത് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ആ വിഷയത്തിൽ അങ്ങനൊരു സംഭവം കെട്ടുകഥയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർക്ക് ആ വാദം ശരിയല്ല, അത് അടിസ്ഥാനരഹിതമായി അവരുടെ വാദം എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ ഇന്ന് ചില സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ചില ന്യൂസ് ചാനലുകൾ പുറത്തു കൊണ്ടുവന്ന എവിഡൻസ് വെച്ച് പരിശോധിച്ചാൽ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോയ ട്രോളി ബാഗ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രമാണ് കൊണ്ടുപോയെന്ന വാദമായിരുന്നു ഉയർത്തിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കയറ്റുന്ന വണ്ടിയിൽ തന്നെ വേണ്ടേ അദ്ദേഹം യാത്ര ചെയ്യാൻ? അദ്ദേഹം ആ വണ്ടിയിൽ കയറുന്നില്ല, മറ്റൊരു ട്രോളി ബാഗ് കയറ്റിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നെങ്കിൽ അർത്ഥം ആ കൊണ്ടുപോയിൽ തുണി മാത്രമാണ് എന്ന വാദം പൊളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ വണ്ടിയിലാണ് അദ്ദേഹം യാത്ര ചെയ്തത് എന്ന വാദവും പൊളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള വലിയ ഒരു ഗൂഢ നീക്കങ്ങൾ കൃത്യമായി അവിടുത്തെ കണ്ട പ്രവർത്തകർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ സംശയത്തോടു കൂടി ഇനിയും അന്വേഷിച്ച് സത്യം പുറത്തു വരേണ്ട രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്നു. ആ നടന്നത് എന്തൊക്കെയാണെന്ന് പോലീസ് അന്വേഷിച്ച് കൃത്യമായി വെളിയിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ഉന്നയിക്കപ്പെട്ട അവരുടെ വാദങ്ങൾ എല്ലാം പൊളിഞ്ഞിരിക്കുന്നു. ഈ ട്രോളി ബാഗ് കൊണ്ടുപോയെന്നും ആ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ അദ്ദേഹം വാദിച്ച രൂപത്തിലായിരുന്നില്ല, തുണി ആയിരുന്നില്ല, 2 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ തുണി കയറ്റിയ വാഹനത്തിലല്ല അദ്ദേഹം കയറിയതെന്നും തെളിയിക്കുന്ന രൂപത്തിലാണ് പുതിയ ദൃശ്യം വന്നത് ചില ചാനലുകളിൽ. അത് കൃത്യമായി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പോലീസ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ കാപട്യത്തിൻ്റേതാണ്. വലിയ രൂപത്തിൽ ചില കാര്യങ്ങൾ അവർ മറച്ചു പിടിക്കുന്നു. BJPയും കോൺഗ്രസും ചേർന്നുള്ള ഡീലിൻ്റെ ഉള്ളടക്കങ്ങൾ ഒന്നൊന്നായി സമീപകാലത്ത് പുറത്തു വരും. നമ്മൾ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് ചില ആക്ഷേപങ്ങൾ സുരേന്ദ്രൻ ഉന്നയിച്ച് നമ്മൾ കണ്ടു. ഷാഫി പറമ്പിൽ 4 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞത്. ഇതെല്ലാം സംബന്ധിച്ച് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ജനങ്ങൾ അറിയാൻ അവകാശപ്പെട്ടവരുമാണ്, ഇവരത് ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥരുമാണ്. ആ രൂപത്തിലേക്കാണ് പാലക്കാട്ടെ സംഭവങ്ങൾ ഇപ്പോൾ ചെന്ന് അവസാനമായി നിൽക്കുന്നത്. കോൺഗ്രസ് വീണ്ടും വിശദീകരിക്കും തോറും കൂടുതൽ വെട്ടിലായി വീഴുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്.